പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അഭിമാനിക്കുന്നവരാണ്. മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളെ ഓർത്ത് അഭിമാനിക്കുന്നവർ കാണും. മക്കൾ മാതാപിതാക്കളുടെ പെരുമ പറഞ്ഞ് ആ മാതാപിതാക്കളിൽ അഭിമാനിക്കുന്നവർ കാണും. കുടുംബ ബന്ധങ്ങൾ ചിലപ്പോൾ അവരുടെ കുടുംബ പാരമ്പര്യം പറഞ്ഞ് അഭിമാനിക്കുന്നവർ കാണും. തൊഴിൽ മേഖലകളിലായിരിക്കുന്നവർ അവരുടെ തൊഴിലിനെ ഓർത്ത് അതിലഭിമാനിക്കുന്നവർ കാണാം. തങ്ങൾക്കുള്ള പാണ്ഡിത്യത്തിൽ, കഴിവുകളിൽ, ദൈവം നൽകിയ നന്മകളിലൊക്കെ അഭിമാനിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. എന്നാൽ പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നത് ഇതിലൊന്നുമല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. നമ്മൾ അഭിമാനിക്കേണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിലാണ്, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. കാരണം അവനിൽ അഭിമാനിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ബലവും ജീവിതത്തിൻ്റെ കരുത്തും ജീവിതത്തിൻ്റെ പ്രത്യാശയും. കാരണം ക്രിസ്തുവിൽ അഭിമാനിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ ആർക്കും തകർക്കാനായിട്ട് പറ്റുകയില്ല. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന ഒരു ജീവിതത്തെ ഈ ലോകത്തിലുള്ള ഒരു പ്രശ്നത്തിനും ഒരു അസ്വസ്ഥതയ്ക്കും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു ഇടവക ധ്യാനത്തിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടാനായിട്ട് ഇടയായി. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ധ്യാന ദിനങ്ങളിലൊക്കെ അദ്ദേഹം ഏറ്റവും മുന്നിലിരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ക്രൂശിത രൂപവും ദൈവവചനവും ഉണ്ടായിരുന്നു, വിശുദ്ധ ബൈബിളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഭിമാനത്തോടെ അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ ചിലർ ഇതൊന്നും കൊണ്ടുവരില്ല. ധ്യാനത്തിന് ഒരു പേപ്പറും പേനയും പോലും കൊണ്ടുവരില്ല, ഒന്ന് നോട്ട് ചെയ്തെടുക്കുവാൻ, വചനമൊന്ന് നോട്ട് ചെയ്തെടുക്കുവാൻ. കാരണം ദൈവവചനം അത് വലിയൊരു അനുഗ്രഹമാണെന്ന്, ആ ഒരു വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്നൊക്കെ തിരിച്ചറിവുള്ള വ്യക്തികളാണ് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പേപ്പറും പേനയായിട്ട് വരുന്നത്. എന്നാൽ സാധാരണ ഇതിലൊന്നും അഭിമാനിക്കാതെ മറ്റു പലതിലും അഭിമാനിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നുപോകും. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബൈബിളും ഒരു ക്രൂശിത രൂപവും അതുപോലെ തന്നെ അവിടെ പറയുന്ന വചനങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു മനോഭാവം. അദ്ദേഹവുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പങ്കുവച്ച് ഇപ്രകാരമാണ്. വലിയ സാമ്പത്തിക ഉന്നതിയിൽ നിലയിൽ നിന്ന മനുഷ്യൻ, ഒത്തിരിയേറെ സമ്പാദ്യവും അനുഗ്രഹങ്ങളുമുള്ള ഒരു ജീവിതം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി സാമ്പത്തികമായ തകർച്ച ഈ മനുഷ്യൻ്റെ മേൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. ഭൗതികമായ സുരക്ഷിതത്വവും സമ്പത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത നിരാശയായി. ഇനി എന്ത് ജീവിതം, ഇനി ഒരർത്ഥവുമില്ല. മരിക്കണമെന്നുള്ള ചിന്തയ്ക്ക് അടിമപ്പെട്ടിരുന്നപ്പോഴാണ് ഈ മനുഷ്യൻ അറിയാതെ ഒരു ദേവാലയത്തിലെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. അതോടൊപ്പം തന്നെ ആ ദേവാലയത്തിൽ വിശുദ്ധ വചനം തുറന്ന ഒരു പുസ്തകവും അവിടെ കണ്ടു. അദ്ദേഹം ആദ്യം ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു, തൻ്റെ സഹനങ്ങളെയും വേദനകളെയും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു തോന്നൽ വന്നു, ആ തുറന്നു വച്ചിരിക്കുന്ന വചനഭാഗം ഒന്ന് വായിക്കാം. ആ വചനഭാഗം ചെന്ന് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഊർജം നിറയുന്ന, ഒരു പ്രത്യാശ നിറയുന്ന വചനങ്ങളായിരുന്നു ആ തുറന്നു വെച്ച വേദപുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് വായിക്കാനായിട്ട് കിട്ടിയത്. പിന്നെ അദ്ദേഹം ആ ദിനത്തിൽ ഇത് രണ്ടും തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് തയ്യാറായി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് അദ്ദേഹം ഒരു ക്രൂശിത രൂപവും വിശുദ്ധ വചനവും സ്വന്തമാക്കി. പിന്നെ അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവവചനം വായിക്കുവാനായിട്ട് തുടങ്ങി. ഓരോ ദിവസവും വചനം വായിച്ച് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലകളിലെ തകർച്ചകളെ അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത് കിട്ടി. പിന്നെ ഒരു ചെറിയ തൊഴിൽ ആരംഭിച്ചു. അദ്ദേഹം ശരിയായ ഒരു തലത്തിലേക്ക്, ഒരു സുരക്ഷിതത്വമുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഒരു അനുഭവം ഉള്ളിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇടവക പള്ളിയിൽ വരുമ്പോൾ
അദ്ദേഹം എപ്പോഴും ഒരു വേദപുസ്തകവും ക്രൂശിത രൂപവും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. തൊഴിൽ മേഖലകളിൽ പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഈ ബൈബിളും ക്രൂശിത രൂപവും ഉണ്ടായിരിക്കും. സമയങ്ങളിൽ ഇടവേളകളിലൊക്കെ അദ്ദേഹം പുസ്തകം എടുത്ത് തുറന്ന് വചനം വായിക്കും. അദ്ദേഹത്തിൻ്റെ അഭിമാനമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പിലൂടെ ലഭിക്കുന്ന നിത്യജീവനും അതോടൊപ്പം തന്നെ മാംസമായി മാറിയ ദൈവ വചനവുമാണ്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിലെ വചനമാണ് അൾത്താരയിൽ മാംസമായി മാറിയ യേശു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം എപ്പോഴും അഭിമാനിച്ചിരുന്നത് ഈ ക്രൂശിത രൂപത്തിലും വിശുദ്ധ വചനത്തിലുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തിലാണ് അഭിമാനിക്കുന്നത്? പൗലോസ്ലിയ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 31 പറയുകയാണ്, അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമ്മൾ അഭിമാനിക്കേണ്ടത് കർത്താവിലാണ്. കർത്താവിലും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനിലും അഭിമാനിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 21 പറയുകയാണ്, അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. പലപ്പോഴും നമ്മളൊക്കെ അഭിമാനിക്കുന്നത് മാനുഷികമായ തലത്തിലുള്ള നേട്ടങ്ങൾ വെച്ചുകൊണ്ട് ചില മനുഷ്യരിലൊക്കെ അഭിമാനിക്കുന്ന ഒരു തലത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുവാനായി ഈ ഭൂമിയിൽ അവൻ വചനമായി തിരുശരീരമായി തിരുപാതയമായൊക്കെ നമ്മുടെ കൂടെ വസിക്കുന്ന യേശുക്രിസ്തുവിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് കഴിയണം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 9 നമ്മൾ കാണുന്നില്ലേ, ഇസ്രായേൽ ജനം അവർ അബ്രഹാത്തിൽ അഭിമാനിക്കുന്നവരായിട്ട് മാറി. ഈശോ പറയുന്നത് എന്താണ്? അബ്രഹാത്തിലല്ല നിങ്ങൾ അഭിമാനിക്കേണ്ടത്, അബ്രഹാത്തെ നയിച്ച ഒരു ദൈവമുണ്ട്, അബ്രഹാത്തെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിലാണ് നിങ്ങൾ അഭിമാനിക്കേണ്ടത്. അല്ല, കാരണം ഈ കല്ലുകളിൽ നിന്ന് പോലും അബ്രഹാത്തിന് വേണ്ടി സന്തതികളെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈശോ ആ ജനത്തോട് പറയുകയാണ്. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 9-ലും ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 8-ലും ഇത് വ്യക്തമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, മാനുഷികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ടല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. ആത്മീയ തലത്തിൽ കണ്ടുകൊണ്ട് ആത്മാവിൻ്റെ നിറവോടുകൂടി ദൈവത്തിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 2, നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു, ദൈവ മഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മൾ അഭിമാനിക്കേണ്ടത് നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള ഒരു ജീവിതമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. മരണത്തിൽ അവസാനിക്കുന്നതല്ല, കഷ്ടതയിൽ അവസാനിക്കുന്നതല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 1-2 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം ഒരുവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് രക്ഷിക്കുന്നു. കാരണം പാപത്തിലും മരണത്തിലും അവസാനിക്കാമായിട്ടുള്ള ഈ ഭൂമിയിലെ മനുഷ്യജീവിതം യേശുവുമായുള്ള ബന്ധത്തിലൂടെ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കേണ്ടത് നമ്മുടെ പാപത്തെയും നമ്മുടെ മരണത്തെയും തോൽപ്പിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലാണ്. അതല്ലാതെ ലോകത്തിലെ വിജ്ഞാനത്തിലല്ല, അല്ലെങ്കിൽ ലോകത്തിലെ അധികാരത്തിലല്ല, അല്ലെങ്കിൽ ലോകത്തിലുള്ള വ്യക്തിബന്ധങ്ങളിലല്ല, അല്ലെങ്കിൽ മക്കളിലല്ല, മാതാപിതാക്കളിലല്ല നമ്മൾ അഭിമാനിക്കേണ്ടത് ഇവരിലൊക്കെ പ്രവർത്തിക്കുന്ന, ഇവരിലൂടെയൊക്കെ നന്മ വരുത്തുവാനായിട്ട് ഇടപെട്ട ദൈവത്തിലാണ്, യേശുക്രിസ്തുവിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ, കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ നമ്മൾ സുഖലോലുപതയിലല്ല അഭിമാനിക്കേണ്ടത്. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് വലിയ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതിലല്ല അഭിമാനം. കഷ്ടതകളിൽ നമ്മൾ അഭിമാനിക്കണം. ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഹിക്കുന്നുണ്ടെങ്കിൽ അതിലും അഭിമാനിക്കാനായിട്ട് കഴിയണം. കാരണം എന്താണ്? ഈ കഷ്ടതകൾ നമുക്ക് ആ സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു എന്നാണ് പറയുന്നത്. കഷ്ടതകളില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ അത് ചെന്ന് പരാജയത്തിൽ അവസാനിക്കും. ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ അതിനെ
മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. കഷ്ടതകളിലൂടെ പോകുന്ന ഒരു ജീവിതം അത് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ കഷ്ടതകളിലും നമുക്ക് അഭിമാനിക്കണം. അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കഷ്ടതകളൊന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ ജീവിതം സുഖകരമായിരുന്നു, എനിക്കൊന്നിനും ഒരു കുറവുമുണ്ടായില്ല, സുഭിക്ഷതയുടെ ജീവിതമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ അഭിമാനിക്കുന്നവരായി തരം താഴാതെ, ജീവിതത്തിൽ സഹനങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ അതിലും അഭിമാനിക്കുന്നവരായിട്ട് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുകയില്ല. ഏത് നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ ചെന്ന് വീണാലും അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. കാരണം എന്താണ്? നമ്മൾ കഷ്ടതകളിലും അഭിമാനിച്ച ജീവിതമായതുകൊണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 11 പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിൽ നമ്മൾ അഭിമാനിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പിതാവായ ദൈവവുമായി നമ്മളെ അനുരഞ്ജനപ്പെടുത്തിയത് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളാണ്. അപ്പോൾ അഭിമാനിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കണമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് തകർന്ന ദൈവമനുഷ്യ ബന്ധം ഐക്യത്തിലായത്. ദൈവവുമായി ബന്ധപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തിൻ്റെ ആ തിന്മ മൂലം നഷ്ടപ്പെട്ട ദൈവമനുഷ്യ ബന്ധം അത് പുനഃസ്ഥാപിച്ചത് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിൽ നമ്മൾ അഭിമാനിക്കുന്നവരായിട്ട് മാറണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16, അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ച ആ ദൈവത്തെ നമ്മളുമായി രമ്യതപ്പെടുത്തിയത് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനമാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിൽ നമ്മൾ അഭിമാനിക്കുന്നവരായിട്ട് മാറണം. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 4 എല്ലാ വിധത്തിലും ദൈവത്തിലെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിലും പീഡകളിലും ഞെരുക്കങ്ങളിലും അത്യാഹിതങ്ങളിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. കൊറിന്തോസ്യർക്ക് എഴുതിയ 6-ാം അധ്യായം 8-ാം വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക, ബഹുമാനത്താലും അവമാനത്താലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. എല്ലാറ്റിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം എന്താണ്? യേശു കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിലും നമുക്ക് അഭിമാനിക്കാൻ പറ്റും. യേശു നമ്മളെ വഴി നടത്തുന്നുണ്ടെങ്കിൽ, ആ ഒരു അവബോധമുണ്ടെങ്കിൽ നമ്മുടെ അഭിമാനം യേശുക്രിസ്തുവിലായിരിക്കും. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15 പറയുക, സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യുന്നതിൽ അഭിമാനിക്കുക. കാരണം പ്രിയമുള്ളവരെ, നാം തിരഞ്ഞെടുക്കേണ്ട വഴി നമ്മളെ വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവവചനം. അതിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ച് അതിലല്ല അഭിമാനിക്കേണ്ടത്. എനിക്ക് നല്ല പാണ്ഡിത്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞ് അതിലല്ല അഭിമാനിക്കേണ്ടത്. നമ്മൾ വചനത്തിൽ അഭിമാനിക്കണം. ഞാൻ എടുക്കേണ്ട വഴി, തിരഞ്ഞെടുക്കേണ്ട നിലപാടുകൾ, ഇത് എന്നെ പഠിപ്പിക്കുന്നത് ദൈവവചനമാണ്. അപ്പോൾ ആ വചനത്തിൽ നമ്മൾ അഭിമാനിക്കണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ കൂടെ വചനവുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയുള്ളൂ. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വചനം വായിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് നമ്മൾ ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വചനത്തിൽ അഭിമാനിക്കുന്നവരാകണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ അഭിമാനിക്കണം. യേശുക്രിസ്തുവിൽ അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനത്തിൽ അഭിമാനിക്കണം, അവൻ്റെ കൂദാശകളിൽ അഭിമാനിക്കണം, അവൻ്റെ കൂട്ടായ്മകളിൽ അഭിമാനിക്കണം. ഇതിനോടൊക്കെ താല്പര്യമില്ലാതെ, ഇതിലൊക്കെ അഭിമാനം കാണാതെ, ഇതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതം നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരല്ല, നമ്മൾ മറ്റു പലതിലൊക്കെ അഭിമാനിക്കുന്നവരായിട്ട് മാറും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 16 പത്രോസ്ലീഹ പറയുകയാണ്, ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിക്കണം. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച് ക്രിസ്ത്യാനി എന്നൊരു നാമം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കണം. അതല്ലാതെ മറ്റു ശ്രേഷ്ഠതകളിലൊന്നുമല്ല, ഈ ലോകത്തിലുള്ള മറ്റ് വലിയ നേട്ടങ്ങളിലല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരുവൻ പീഡ സഹിക്കുന്നുവെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ചിലതൊക്കെ നമുക്ക് നിഷേധിക്കപ്പെടാം, ചില സാധ്യതകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം, ചില നന്മകൾ, ചില ലോകത്തിൻ്റേതായിട്ടുള്ള പ്രതിസന്ധി മൂലം, പ്രശ്നങ്ങൾ മൂലം ഒക്കെ നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകാം, പീഡകളുണ്ടാകാം. ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും.
യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ പീഡാസഹനങ്ങളുടെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ട ജീവിതങ്ങൾ എത്രയോ ഉണ്ട്. അവിടെയൊക്കെ അവർ അഭിമാനിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. വിശുദ്ധരൊക്കെ അങ്ങനെയായിരുന്നു. ക്രിസ്ത്യാനി ആയതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരതിൽ അഭിമാനിച്ചു. കാരണം വചനമാണ് അവരെ ബലപ്പെടുത്തിയത്. രക്തസാക്ഷികളുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. രക്തസാക്ഷികളൊക്കെ അഭിമാനിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവർക്ക് വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, തങ്ങൾ അഭിമാനിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാം കിട്ടും, ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടും. പക്ഷേ അവരെന്താ ചെയ്തത്? അവർക്ക് അഭിമാനമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവർ തയ്യാറായില്ല. അവരുടെ അഭിമാനമെന്ന് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തുവായിരുന്നു. ക്രൂശിതനായ ക്രിസ്തുവിൽ അഭിമാനിച്ചത് കൊണ്ട് അവർക്ക് പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു, നേരിടേണ്ടതായിട്ട് വന്നു. പക്ഷെ അവരൊന്നും ആ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് മരിച്ചിട്ടും ഇന്നും അവർ ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവന് മരണമില്ല. അവനെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്താലും അവന് അവസാനമില്ല. അതാണ് ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശ്രേഷ്ഠത. അപ്പോൾ വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ അഭിമാനിച്ചതുകൊണ്ടാണ്. ഭൗതികമായ വസ്തുക്കളിലും ലോകത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലും സന്തോഷിച്ചിരുന്നുവെങ്കിൽ, അതിലഭിമാനിച്ചിരുന്നുവെങ്കിൽ ഇന്നവർ അറിയപ്പെടുമായിരുന്നില്ല. അവരുടെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ ആനന്ദിച്ചു. അതിലാണ് അവർ ആനന്ദം കണ്ടെത്തിയത്, അഭിമാനം കണ്ടെത്തിയത്. മറ്റൊന്നിലുമല്ല. ഇന്ന് നമ്മൾ അനുദിനം നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എന്തിലാണ് അഭിമാനിക്കുന്നത്? എൻ്റെ ഡോക്ടറേറ്റിലാണോ? അല്ലെങ്കിൽ എൻ്റെ ഞാൻ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അധികാരി എന്നുള്ള നിലയിൽ അതിലാണോ ഞാൻ അഭിമാനിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വലിയ വലിയ പ്രവർത്തന മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്ത ആ നന്മകളിലുമൊക്കെയാണോ ഞാൻ അഭിമാനിക്കുന്നത്? പേരിലാണോ? പ്രശസ്തിയിലാണോ? പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ്റെ അഭിമാനമെന്ന് പറയുന്നത് അവൻ അൽത്താരയിൽ ഉയർത്തുന്ന ദിവ്യകാരുണ്യത്തിലാണ് അഭിമാനിക്കാൻ കഴിയേണ്ടത്. ഒരു ചെറുകാറ്റിൽ പറന്നു പോകാൻ കഴിയുന്ന ആ ഒരു ദിവ്യകാരുണ്യ ഈശോയെ കരങ്ങളിൽ എടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു പുരോഹിതൻ്റെ അഭിമാനം. ജീവദായകമായ വചനം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, പ്രഘോഷിക്കുവാൻ ഒരു വചന ശുശ്രൂഷകന് അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിക്ക് ദൈവം ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കാനായിട്ട് കഴിയണം. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാൻ അതിലുള്ളൊരു അഭിമാനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏത് മേഖലകളിലും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാനായിട്ടുള്ളൊരു അഭിമാനം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ നിലപാടുകളിലുണ്ടോ എന്ന് നമ്മൾ ഈ ദിനത്തിൽ ആത്മപരിശോധന ചെയ്യണം. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലെ പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? യേശുവിൽ അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രേഷ്ഠതയിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ഒരു ശ്രേഷ്ഠതയുണ്ട്. കാരണം ജീവിക്കുന്ന സത്യ ദൈവത്തിൽ വിശ്വസിച്ച് ആരാധിച്ച് ജീവിക്കാനായിട്ടുള്ളൊരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് അതിൽ നമ്മൾ അഭിമാനിക്കുന്നവരായിട്ട് മാറണം നമ്മൾ. കാരണം കർത്താവായ ദൈവത്തിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു ശ്രേഷ്ഠ ജനതയാണ് ഒരു ക്രിസ്ത്യാനി. ക്രിസ്തുവിൽ അഭിമാനിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഭാഗ്യപ്പെട്ട ഒരു ജീവിതം ലഭിച്ചവളാണ് ക്രിസ്ത്യാനി. അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ, വീഴ്ചകൾ അതില്ലായ്മ ചെയ്യുവാനായി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ അവൻ്റെ തിരുരക്തത്താൽ കഴുകിക്കളയുവാനായിട്ട് അവൻ സ്ഥാപിച്ച കൂദാശ, വിശുദ്ധ കുമ്പസാരം, അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. യേശു ക്രിസ്തുവിൽ അഭിമാനിക്കണമെന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ ഒരഭിമാനം നമുക്കുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിൽ അഭിമാനിക്കണമെന്ന് പറയുമ്പോൾ അവൻ സ്ഥാപിച്ച കൂദാശകളിൽ പങ്കുചേർന്ന് അതിലൂടെ ലഭിക്കുന്ന കൃപാവരങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരഭിമാനം ഉണ്ടാകണം. അതല്ലാതെ ഇതൊക്കെ പാഴായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിനെന്തിന് സമയം ചെലവഴിക്കുന്നു, ഇതിന് കൊടുക്കേണ്ട സമയം, ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ ചെയ്താൽ, കൂടുതലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, കൂടുതലെന്തെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്താൽ അതല്ലേ ശ്രേഷ്ഠത, അതല്ലേ
അതിലല്ലേ സന്തോഷം, അതിലല്ലേ അഭിമാനിക്കേണ്ടത് എന്നുള്ള തെറ്റായ ചിന്തകൾ പിശാച് ഇന്ന് പലരിലും നൽകിക്കൊണ്ട് കർത്താവിൽ അഭിമാനിക്കുന്നതിന് പകരം, കർത്താവിൽ അഭിമാനം കണ്ടെത്തുന്നതിന് പകരം ലോകവസ്തുക്കളിലും മറ്റുള്ള മാനുഷിക ചിന്തകളിലും മാനുഷികമായ മനോഭാവങ്ങളിലും അഭിമാനിക്കുവാനായിട്ട് പിശാച് തന്ത്രപൂർവ്വം അനേകരെ ഇന്ന് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അഭിമാനിക്കുന്നത് എന്തിലാണ്? വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെന്ന് ദിവ്യകാരുണീശോയുടെ മുമ്പിൽ മുട്ടുകുത്തി അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനായിട്ട് അതിൽ ലഭിക്കുന്ന ഒരു ഭാഗ്യത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നുണ്ടോ? പൗലോസ്ലീഹായുടെ ജീവിതം നമ്മൾ കാണണം. ഫിലിപ്പിയരുടെ ലേഖനത്തിലെ 3-ാം അധ്യായം 5 മുതൽ 7 വരെ പൗലോസ്ലീഹ പറയുകയാണ്, 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവൻ, ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായനിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിലും കുറ്റമില്ലാത്തവൻ, എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കരുതി. പൗലോസ്ലീഹ അഭിമാനിച്ചത്, പൗലോസ്ലീഹയ്ക്ക് ലാഭമായി കരുതിയത് ക്രിസ്തുവാണ്, ക്രിസ്തുവുമായുള്ളൊരു ബന്ധമാണ്. ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധമാണ് ഏറ്റവും വലിയ അഭിമാനമായിട്ട് സ്ലീഹ ജീവിതത്തിൽ കൊണ്ടു നടന്നു. അതുകൊണ്ടാണ് ഓരോ ശ്വാസത്തിലും പൗലോസ്ലീഹ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലാത്യർ 2:20. ഓരോ ദിവസവും ക്രിസ്തുവിലുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതാണ് അഭിമാനം. കൂദാശകളിലൂടെ, ദൈവവചന പാരായണത്തിലൂടെ, കൂട്ടായ്മകളിലൂടെ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ജീവിതമാണ്. നീ ഇന്ന് എന്തിലാണ് അഭിമാനം കണ്ടെത്തുന്നത്? ദൈവീക കാര്യങ്ങളിൽ പങ്കുചേരുവാനും അതിന് സമയം കൊടുക്കുവാനും അതിനു വേണ്ടി നിലപാടുകൾ എടുക്കുവാനുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? നീ ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നീ മുറുമുറുപ്പും അല്ലെങ്കിൽ മടിയും കൂടാതെ പങ്കുചേരും. ഇതിനോടൊക്കെ മറുതലിക്കുന്ന സംസാരങ്ങളും ഇതിനോട് താല്പര്യക്കുറവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരല്ല. ഈ ദിനത്തിൽ ദൈവം നമ്മളെ വിളിക്കുകയാണ്, ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരാവുക. കാരണം ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന വ്യക്തിക്ക് അവൻ്റെ നിത്യതയിൽ ഭാഗഭാഗിത്വം ലഭിക്കുകയുള്ളൂ. ലോകത്തിലുള്ള വസ്തുക്കളിലും ലോകത്തിലുള്ള സ്ഥാനമാനങ്ങളിലും ലോകത്തിലുള്ള സംവിധാനങ്ങളിലും നമ്മൾ അഭിമാനിച്ച് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് കർത്താവ് കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ ജീവൻ്റെ വിലയാണ്. നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കേണ്ട മനുഷ്യജീവിതം കർത്താവിൻ്റെ ആ ശ്രേഷ്ഠതയോട് ചേർത്ത് വെച്ച് ജീവിക്കേണ്ട നമ്മുടെ ജീവിതത്തെ ലോകത്തിലെ തിന്മകൾക്ക് വിട്ടുകൊടുത്ത് നമ്മൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരാകണം. വിശുദ്ധരെ പോലെ, രക്തസാക്ഷികളെ പോലെ, വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ നമുക്ക് ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരാകാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുവാൻ അവിടുത്തെ പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും അവിടുത്തെ പീഡാസഹന മരണ ഉയർപ്പിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരാകുവാൻ, ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുമ്പോൾ അതിൽ അഭിമാനിക്കുന്നവരാകുവാൻ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ അഭിമാനിക്കുന്നവരാകുവാൻ, ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളിൽ പങ്കുചേർന്നുകൊണ്ട് അതിലൂടെയുള്ള കൃപാവരങ്ങൾ സ്വീകരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാകുവാൻ, ക്രിസ്തു വാഗ്ദാനം ചെയ്ത നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യാശയുള്ളവരായി ജീവിച്ച് ആ ജീവിതത്തിൽ അഭിമാനം കണ്ടെത്തുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.